നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഡിസംബർ 29 നടക്കും. 2026 ലോകത്തിന്റെ ഭൂപടത്തിൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാൻ ഈ കൂടിക്കാഴ്ച കാരണമാകുമെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. ഇറാൻ, ലെബനൻ, യമൻ, ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നീ 5 മേഖലകളെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധം ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നത് ഈ കൂടിക്കാഴ്ചയോടെ വ്യക്തമാകും. ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം ശക്തമാക്കാനും സാധ്യതയുണ്ട്. ഗാസയിൽ ഹമാസ് വിരുദ്ധ പോരാളി ഗ്രൂപ്പുകളെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നു. യസൂർ, അബി ഷബാബ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് സഹായം നൽകിക്കൊണ്ട് ഗാസയിൽ പുതിയൊരു ഭരണം കൊണ്ടുവരാനാണ് നെതന്യാഹുവിന്റെ ശ്രമം. ഇസ്രയേലിൽ നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രംപിന്റെ ഇടപെടൽ അദ്ദേഹം തേടിയേക്കാം. ഇതിനായി ട്രംപ് നേരിട്ട് ഇസ്രയേൽ പ്രസിഡന്റിനോട് ശുപാർശ ചെയ്തേക്കുമെന്നും സൂചനകളുണ്ട്. ഡിസംബർ അവസാന വാരത്തിൽ വൈറ്റ് ഹൗസിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഡിസംബർ 29 നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച കേവലം 2 രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള സൗഹൃദ സന്ദർശനമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന ഒരു യുദ്ധതന്ത്രപരമായ നീക്കമാണ്. 2026 ഇസ്രയേലിന്റെ ശത്രുക്കളെ പൂർണ്ണമായും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ സൈനിക സഖ്യങ്ങൾക്കും ഈ കൂടിക്കാഴ്ച വഴിതെളിച്ചേക്കാം. നെതന്യാഹു തന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാൻ ട്രംപിന്റെ സഹായം തേടുമ്പോൾ ട്രംപ് എങ്ങനെ ഈ സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും വർഷങ്ങളിലെ ആഗോള സമാധാനം. ലോകം 2026 കാലെടുത്ത് വെക്കുമ്പോൾ സമാധാനത്തെക്കാൾ യുദ്ധത്തിന്റെ നിഴലുകളാണ് പശ്ചിമേഷ്യയിൽ തെളിയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും നെതന്യാഹുവിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധതന്ത്രങ്ങളും ഒത്തുചേരുമ്പോൾ അത് ഇറാൻ മുതൽ യമൻ വരെയുള്ള മേഖലകളിൽ വൻ സ്ഫോടനങ്ങൾക്ക് കാരണമായേക്കാം. സ്വന്തം രാജ്യത്തെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങളും ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യങ്ങളും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് ഒരു പുതിയ ലോകക്രമമായിരിക്കും.